ഓഫ് ചെയ്തു. മക്കളെ കാശു എടാ ഇത് പുറത്തോട്ടൊന്ന് വാടാ, പെട്ടെന്ന് വാ. അച്ഛാ എന്താ ആടെ ഇതൊന്ന് ഇറങ്ങ്. ഓ പതുക്കെ പതുക്കെ പതുക്കെ. വിട്ടോ അച്ഛാ. ഓ ശരി, എടുക്കുവോ? എടുക്കും. ആ തരി 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 തരി. എന്തൊക്കെ ഉണ്ട് എന്തൊരു വയ്യ വയ്യടേ, സൈറ്റില് ഭയങ്കര പണിയായിരുന്നോ? പിന്നല്ലാതെ. മകളെ അച്ഛനെ പിടിച്ചോ, മകളെ ഇപ്പോൾ അപ്പനെ പിടിച്ചോ. ബാബുവാ അച്ഛൻ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? വയ്യെന്ന്. വയ്യേ? ഓ അശിശു മതി 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 മതി. മതി അച്ഛാ. ഓ അല്ല ഇവിടെ 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 പറഞ്ഞു. ആ ഇങ്ങോട്ട്. അയ്യോ അമ്മ അമ്മ അച്ഛൻ വന്ന അമ്മ എത്തിയാ? ഞാൻ വിചാരിച്ചു ഇന്നെത്തില്ലായിരിക്കുന്നു. അച്ഛാ അച്ഛൻ പോയിട്ട് എത്ര ദിവസമായി അച്ഛാ, നമുക്ക് പോണ്ടേ? എവിടെ? അത് ശരി, പടലത്ത് പോണ കാര്യം തീരുമാനിച്ചോണ്ടപ്പോഴല്ലേ അച്ഛൻ പറഞ്ഞു അച്ഛന് അർജന്റായിട്ട് കായംകുളത്ത് സൈറ്റ് നോക്കാൻ പോണെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയത്. അങ്ങനെ പറഞ്ഞ? പിന്നെ അങ്ങനെ പറഞ്ഞിട്ടല്ലേ ഇവിടെ നിന്ന് പോയത്. അതുകൊണ്ടല്ലേ സുരേന്ദ്രൻ ശങ്കരേട്ടനെ ഇവിടെ നിന്ന് പോകാതെ നിന്നത്. സൈറ്റിൽ നിന്ന് ടക്കനെ മുങ്ങാൻ പറ്റിയില്ലല്ലേ അച്ഛാ? ഓ അവിടെ പണി മക്കളെ. ഈ മുകളിലും താഴെയും വലിഞ്ഞ് കയറണ്ടേ, ഒരുപാട് സ്റ്റെപ്പ് കയറപ്പോൾ അച്ഛന് വയ്യ, ഒട്ടും വയ്യ ഇപ്പം. എന്താ കാല് വേദന? കാല് വേദന? ഓ കാല് വേദനയുണ്ട്, ദേഹം മൊത്തം വേദന, വയസ്സായില്ലേ. ഈ കസേര എവിടുന്ന്? ആ അതാ, അത് നമ്മളെ എഞ്ചിനീയറിന്റെ റൂമിന്റെ മൂലയിൽ ഒതുക്കി വെച്ചിരുന്നു. ഇപ്പൊ അത് എനിക്ക് ആവശ്യമായിട്ട് തോന്നി, ഞാൻ ഇനി എടുത്തോണ്ട് വന്നു. എന്താ സംസാരത്തിൽ ആകെ ഒരു മാറ്റം? ഭയങ്കര ക്ഷീണം, വയ്യ. ആ ഇവിടെയും വയ്യ, വാ ഉറക്കാൻ വയ്യ. അവരിവിടെ ആര്? നമ്മളെ ഓ നാവിന്റെ തുമ്പിയിരിക്കുന്നത് ഈ നമ്മളെ പറയച്ചേ ശങ്കരൻ. നേരത്തെ പറഞ്ഞു തന്നോടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നതിന്. അവരെ എഴുതി നോക്കിയപ്പോ പിന്നെ അവരെ ഓർക്കാണ്ടിരിക്കാൻ വഴിയൊന്നുമില്ലല്ലോ. ശങ്കരനും സുരേന്ദ്രനും പോയില്ല, എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങണത്? അതല്ലേ നേരത്തെ പറഞ്ഞത്. നെയ്യാറ്റിൻകരയിൽ പോകുന്ന പേരും പറഞ്ഞ് രണ്ടുപേരും കൊണ്ട് ഇവിടെ അടിയായിരുന്നു. പിന്നെ രണ്ടുപേരും കൂടെ തോളത്ത് കൈയിട്ടുണ്ട് ചായ കുടിക്കാൻ പോകുന്ന പറഞ്ഞ് പോകുന്നുണ്ട്. എന്ത് വയ്യേ? വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സൈറ്റിൽ പോയിട്ട് പനി വല്ലതും പിടിച്ചാ? പനിയൊന്നുമില്ല, ക്ഷീണം, ആകെ മൊത്തം ജോയിന്റ് പെയിൻസ്. അല്ല അച്ഛാ, ഡൈ അടിച്ച് തോക്കെ വൃത്തിക്കടിക്കാൻ ചെന്ത് സൈഡൊക്കെ ഒരുമാതിരി ഇവിടെ ആ ഡൈ അടിക്കാൻ ചെന്ന് ഇരുന്നു എടുത്ത് അവൻ ചുമ്മാ ലോക കാര്യങ്ങളും പറഞ്ഞ് ഇത്രയും ഡൈ അടിച്ച പാടിനെ ദൈവത്തിനറിയാം, എത്ര സമയം എടുത്തെന്നറിയാം. ഞാൻ പറഞ്ഞു എനിക്ക് കൂടാ കുത്തിയിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിച്ചു പോയി. ഇനിയിപ്പോൾ വയസ്സായി, ഇനിയിപ്പോൾ കണ്ടാന്ന് കണ്ടിട്ടേക്കുന്നത്. ഇനി തൊട്ട് ഞാൻ ഡൈ അടിക്കില്ല, മൊത്തം നേരായിട്ട് കിടക്കാം. 1 വയസ്സായി. പിന്നെ 50 വയസ്സെന്ന് പറയുന്ന ഒരു വയസ്സാണ്. 50, 56, 57 നടപ്പ്. 56 57 അന്നൊരു വയസ്സൊന്നും അല്ല. വല്ല കഴിക്കാതെ കേട്ടാ. ഞാൻ ഒരു തായപ്പിളാക്കും കുറച്ച് ചമ്മന്തിയും. തോയുടെ ദോശയില്ലേ, ദോശയും മുട്ടക്കറി കൊണ്ട് വെച്ച്, മുട്ടക്കറിയും തൊണ്ടേന്ന് ഇറങ്ങൂല, വയ്യ. ഇപ്പം വയസ്സായില്ലേ, ദഹിക്കൂല ഒന്നും. ഞാൻ ഇത്തിരി ചമ്മന്തിയും ഒരു കട്ടൻ ചായയും കുടിച്ച് മതി, വയറ്